ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് വന്നുള്ളത് രണ്ട് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. രണ്ട് തരം എണ്ണ പലഹാരങ്ങളാണ്. അപ്പോൾ പരമാവധി എണ്ണ പലഹാരങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ സ്പ്രിംഗ് റോളാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, സ്പ്രിംഗ് ഓണിയോൻ്റെ വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും, പിന്നെ നമ്മൾ ഒരു കഷ്ണം കാബേജ്, ഒരു 2 പച്ചമുളകും. അപ്പോൾ ഇത്രയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തുള്ളത്. ഓയിലും ചൂടായി വന്നപ്പോൾ ആദ്യം വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ മിനിറ്റ് മതി കേട്ടോ, ഒന്ന് പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ക്യാരറ്റ്, കാബേജ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇത്ര ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ക്യാരറ്റും കാബേജും പച്ചമുളകും പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ക്യാപ്സിക്കം കൂടി ചേർത്തു. അതും നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിന് ശേഷം അതിലേക്ക് ഇടുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പിച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഇട്ടു. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. പച്ചക്കറികളൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സോയാ സോസും കൂടി ചേർത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കുക. അപ്പോൾ ഉപ്പോ കുരുമുളക് പൊടിയോ അതുപോലെ സോയ സോസിൻ്റെ ഒരു ഫ്ലേവറോ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തു ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. വേറൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടാറിയ മസാല വെച്ച് കൊടുക്കാം. ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ കലക്കി വെച്ചുള്ള മൈദ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം
എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ഭാഗവും തിരിച്ചു മറിച്ചിട്ട് നന്നായി മൊരിച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ ബാച്ച് സ്പ്രിംഗ് റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ സ്പ്രിംഗ് റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സോസും കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്സ് ആണത്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബേക്കറി സ്റ്റൈലിലൊരു ഉള്ളിവടയാണ്. അതിനായിട്ടൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം ഇത്ര ഇട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് കൈകൊണ്ട് എല്ലാം കൂടി തിരുമ്പിയെടുക്കുക.
നല്ലോണം കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിവടക്കുള്ള മാവൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് 2-3 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാൻ പോണ്. അപ്പം അതിനായിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ഓരോ ഉള്ളിവടയായിട്ട് ഇങ്ങനെ ഷേപ്പാക്കി അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും നല്ല ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്സാണ്. അല്ലാണ്ട് തീ കൂട്ടി വെക്കാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അപ്പുറം മറിച്ചിട്ട് ഉള്ളൊക്കെ നന്നായി വേവിച്ച് നല്ലോണം മൊരിച്ചെടുക്കുക. അപ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറമെ നല്ല മൊരിഞ്ഞിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ ഉള്ളിവടയും റെഡി ആയിട്ടുണ്ട്. അപ്പം 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ 2 സ്നാക്സിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്തുള്ളത്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.